നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മന്ത്രി സണ്ണി ജോസഫിനെ ബന്ധു നിയമന കേസിൽ കുരുക്കിയത് ആരാണ്? എന്തായിരുന്നു കാരണം? KPCC പ്രസിഡന്റിന്റെ ഉടുമുണ്ടഴിച്ച് നാണം കെടുത്തണമെന്ന വാശി ആർക്കായിരുന്നു? ഇതറിയണമെങ്കിൽ ആ പഴയ കഥ മനസ്സിലാക്കണം. സാക്ഷാൽ KC വേണുഗോപാലാണ് ഈ കഥയിലെ വില്ലൻ. ഇരിക്കൂറിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ KC വേണുഗോപാൽ ജയിക്കാൻ സാധ്യത കുറവാണെന്ന് റിപ്പോർട്ട് നൽകിയതിനാലാണ് സണ്ണി ജോസഫിനെ വൈദ്യുതി വകുപ്പ് നൽകി ഒതുക്കിയതെന്ന റിപ്പോർട്ട് നേരത്തെ പുറത്തു വന്നിരുന്നു. ആദ്യം റവന്യൂ വകുപ്പാണ് സണ്ണി ജോസഫിനെ നിശ്ചയിച്ചിരുന്നത്. എന്നാൽ KCയുടെ ഇടപെടലിലൂടെയാണ് അത് മാറ്റി വൈദ്യുതി വകുപ്പ് നൽകിയതെന്നാണ് വിവരം. ഇതിന് പിന്നാലെയാണ് ബന്ധു നിയമന കേസിൽ സണ്ണിയെ കുരുക്കിയത്. കണ്ണൂരിലെ പ്രാദേശിക കോൺഗ്രസ് നേതാവ് സണ്ണിയുടെ അളിയനാണെന്ന കാര്യം നന്നായി അറിയാവുന്നത് KC വേണുഗോപാലിനാണ്. ഇരിക്കൂറിൽ കേസ് ജയിക്കില്ലെന്ന റിപ്പോർട്ടാണ് അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനം ഡൽഹിയിൽ തെറിപ്പിച്ചത്. ഇതിനവസരമൊരുക്കിയ സണ്ണി ജോസഫിനെ വിടാൻ KC തയ്യാറല്ല. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ ഡൽഹിയിൽ നടന്ന ചർച്ചയ്ക്കിടെ AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫുമായി ബന്ധപ്പെട്ടിരുന്നു. വേണുഗോപാൽ മുഖ്യമന്ത്രിയായാൽ മത്സരിക്കാൻ പരിഗണിച്ച ഇരിക്കൂർ മണ്ഡലത്തിലെ വിജയ സാധ്യതയെക്കുറിച്ച് പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ ഖാർഗെ ആവശ്യപ്പെട്ടു. ഇരിക്കൂറിൽ വിജയ സാധ്യത കുറയ്ക്കുന്ന നിരവധി ഘടകങ്ങൾ ഉണ്ടായിരുന്നെന്ന് സണ്ണി ജോസഫ് നൽകിയ റിപ്പോർട്ടിൽ പറഞ്ഞത് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ KC ഈ റിപ്പോർട്ട് കണ്ടു. ഇതായിരിക്കും വകുപ്പ് മാറ്റത്തിന് പിന്നിലെന്നാണ് റിപ്പോർട്ട്. ഇപ്പോഴത്തെ ബന്ധു നിയമനത്തിന് പിന്നിലും ഇതാവാം കാരണം. മന്ത്രിമാരെ നിശ്ചയിച്ച ശേഷം മുഖ്യമന്ത്രി VD സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ കൂടിയാലോചന നടത്തിയാണ് വകുപ്പുകൾ തീരുമാനിച്ചത്. സണ്ണിക്ക് റവന്യൂ വകുപ്പ് നീക്കിവെച്ചുകൊണ്ടുള്ള പട്ടിക AICC അംഗീകരിക്കുകയും ചെയ്തു. എന്നാൽ ഗവർണർക്ക് പട്ടിക കൈമാറാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ഡൽഹിയിൽ നിന്ന് ഖാർഗെയുടെ ഫോൺ സന്ദേശം മുഖ്യമന്ത്രിക്ക് ലഭിച്ചു. റവന്യൂ വകുപ്പ് AP അനിൽകുമാറിന് നൽകണമെന്നും പകരം വൈദ്യുതി വകുപ്പ് സണ്ണി ജോസഫിന് നൽകണമെന്നായിരുന്നു സന്ദേശം. ഇതോടെ മുഖ്യമന്ത്രി നിസ്സഹായനായി. KPCC പ്രസിഡന്റിന് പ്രധാനപ്പെട്ട വകുപ്പ് നൽകാതെ വർക്കിംഗ് പ്രസിഡന്റുമാരായ AP അനിൽകുമാറിന് റവന്യൂ വകുപ്പും വിഷ്ണുനാഥിന് ടൂറിസം സാംസ്കാരിക വകുപ്പ് നൽകിയത് കോൺഗ്രസിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ മുഖ്യമന്ത്രി പദവിക്കായി കോൺഗ്രസിൽ കനത്ത പോര് തുടരുന്നതിനിടെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ പിന്തുണ KC വേണുഗോപാലായിരുന്നു. തെരഞ്ഞെടുപ്പിൽ ജയിച്ച നിയുക്ത MLAമാരുടെ അഭിപ്രായം അറിയാൻ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുറത്തിറങ്ങിയ AICC നിരീക്ഷകൻ മുകുൾ വാസ്നിക്കിന്റെ കയ്യിലുണ്ടായിരുന്ന ഫയലിന്റെ ചിത്രത്തിലാണ് സണ്ണി അടക്കം നേതാക്കളുടെ നിലപാട് വ്യക്തമാക്കുന്നത്. ഇക്കാര്യം അടിവരയിടുന്ന ഫോട്ടോ പ്രമുഖ ഇംഗ്ലീഷ് ദിനപത്രം പുറത്തുവിടുകയും ചെയ്തു. സണ്ണി ജോസഫിന് പുറമെ സന്ദീപ് വാര്യർ, അഡ്വക്കേറ്റ് സജീവ് ജോസഫ്, TO മോഹനൻ, ഉഷ വിജയൻ, T സിദ്ദിഖ് എന്നിവർ KCയുടെ പേര് നിർദ്ദേശിച്ചതായാണ് ചിത്രത്തിലുള്ളത്. രമേശ് ചെന്നിത്തലയുടെ അടുപ്പക്കാരൻ എന്ന് കരുതപ്പെടുന്ന IC ബാലകൃഷ്ണൻ KC വേണുഗോപാലിനൊപ്പമാണ് ചെന്നിത്തലയെ പിന്തുണച്ചത്. മറ്റുള്ളവരുടെ പേരിന് നേരെയുള്ള കോളത്തിൽ KC എന്നാണെങ്കിൽ IC ബാലകൃഷ്ണന്റെ പേരിന് നേരെയുള്ള കോളത്തിൽ KC+RC എന്നാണുള്ളത്. ഓരോ നിയുക്ത MLAയ്ക്കും ഒന്നാം പരിഗണന, രണ്ടാം പരിഗണന, മൂന്നാം പരിഗണന എന്നിങ്ങനെ 3 കോളങ്ങൾ നൽകിയിരുന്നു. എന്നാൽ സണ്ണി ജോസഫ് അടക്കം 2ഉം 3ഉം കോളങ്ങൾ പൂർണ്ണമായി ഒഴിച്ചിട്ട് ഒന്നാം പരിഗണനയിൽ മാത്രമാണ് അഭിപ്രായം രേഖപ്പെടുത്തിയത്. രണ്ടാമതോ മൂന്നാമതോ പോലും VD സതീഷിന്റെയോ രമേശ് ചെന്നിത്തലയുടെയോ പേര് നിർദ്ദേശിച്ചിട്ടില്ല എന്നതാണ് കൗതുകകരം. IC ബാലകൃഷ്ണനാകട്ടെ ഒന്നാം പരിഗണന കോളത്തിൽ തന്നെയാണ് 2 പേരുകൾ നിർദ്ദേശിച്ചത്. ജനവികാരം VD സതീഷിനൊപ്പമാണെന്നും അത് പരിഗണിക്കണമെന്നും ഘടകകക്ഷികൾ ഒന്നടങ്കം അഭിപ്രായപ്പെട്ടതിന് പിന്നാലെയാണ് KPCC ഉന്നത നേതൃത്വം അടക്കം KC വേണുഗോപാലിന് വേണ്ടി നിലകൊണ്ട വിവരം പുറത്തു വന്നത്. അതേസമയം പുറത്തു വന്ന രേഖകൾ തള്ളി മുകുൾ വാസ്നിക് രംഗത്തെത്തി. അത് തെറ്റാണെന്നും യഥാർത്ഥ രേഖയല്ലെന്നുമാണ് അദ്ദേഹത്തിന്റെ വാദം. ചിത്രം വിവാദമായതോടെ താൻ ഒരാളുടെയല്ല 3 പേരുടെയും കാര്യങ്ങൾ പറഞ്ഞെന്ന വിശദീകരണവുമായി KPCC പ്രസിഡന്റും രംഗത്ത് വന്നു. കോൺഗ്രസിലെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ പരസ്യ പിന്തുണയുമായി എഴുത്തുകാരൻ T പത്മനാഭൻ രംഗത്തെത്തിയതും ഇതിന് പിന്നാലെയാണ്. രാഹുൽ ഗാന്ധിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ് KC വേണുഗോപാൽ. വാർത്തകളുടെയും വ്യക്തിബന്ധങ്ങളുടെയും അടിസ്ഥാനത്തിൽ 1ാം സ്ഥാനം കൊടുക്കുക വേണുഗോപാലിനാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുഖ്യമന്ത്രിയാകാനുള്ള പോരാട്ടത്തിൽ 3 പേരാണുള്ളത്. രമേശ് ചെന്നിത്തലയായും വേണുഗോപാലുമായും അടുത്ത ബന്ധമുണ്ട്. VD സതീശനുമായി അത്ര അടുത്ത ബന്ധമില്ല. KCയുടെ കുടുംബമായും അടുത്ത ബന്ധമുണ്ട്. 3 പേരിൽ 1ാം സ്ഥാനം കൊടുക്കുക KC വേണുഗോപാലിനായിരിക്കും. എന്റെ നാട്ടുകാരനാണ് എന്നതുകൊണ്ടല്ല, വേണുഗോപാലിന്റെ അർഹത അദ്ദേഹത്തിന്റെ ഗുണങ്ങൾ കൊണ്ടാണെന്നും പത്മനാഭൻ ചൂണ്ടിക്കാട്ടി. വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ സഹോദരിയുടെ ഭർത്താവിനെ നിയമിച്ച വാർത്ത പരമ രഹസ്യമായിരുന്നു.
മുമ്പ് ശ്രീമതി ടീച്ചർ മരുമകളെ സ്റ്റാഫിൽ നിയമിച്ച കാര്യം വിവാദമായത് എല്ലാവർക്കും അറിയാം. അതിനുശേഷം മന്ത്രിമാരായ KC ജോസഫും K ബാബുവും സ്റ്റാഫിൽ ബന്ധു നിയമനം നടത്തി. പക്ഷേ ബാബുവിന്റെ ബന്ധുവിനെ ജോസഫും ജോസഫിന്റെ ബന്ധുവിനെ K ബാബുവുമാണ് നിയമിച്ചത്. അതിനാൽ വിവാദമുണ്ടായില്ല. ബന്ധുക്കളെ സ്റ്റാഫിൽ നിയമിക്കാൻ പാടില്ലെന്ന കാര്യം അറിയാത്തയാളല്ല സണ്ണി ജോസഫ്. എന്നാൽ മന്ത്രി സണ്ണി ജോസഫിനെ ചിലർ പറ്റിച്ചു. അവർ തന്നെ ഇക്കാര്യം KC വേണുഗോപാലിന് ചോർത്തി നൽകി വിവാദമാക്കി. ഇന്നലെ വൈകിട്ടാണ് സ്റ്റാഫ് അംഗങ്ങളുടെ ലിസ്റ്റ് പുറത്തുവിട്ടത്. ലിസ്റ്റ് വന്നപ്പോഴാണ് മന്ത്രിയുടെ അളിയനും സ്റ്റാഫിൽ ഇടം പിടിച്ചതായി അറിയുന്നത്. കണ്ണൂർ ഉളിക്കൽ സ്വദേശിയും കോൺഗ്രസ് നേതാവുമായ ബെന്നി തോമസിനെയാണ് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചത്. 2 അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാർ ഉൾപ്പെടെ 13 പേരെയാണ് നിയമിച്ചത്. സ്റ്റാഫിൽ ബന്ധു നിയമനം നടത്തിയതിനെതിരെ LDF രംഗത്തെത്തി. ബെന്നി നിലവിൽ കണ്ണൂർ DCC ജനറൽ സെക്രട്ടറിയാണ്. സണ്ണിയും ബെന്നിയും ബന്ധുക്കളാകുന്നതിന് മുമ്പേ കോൺഗ്രസ് പ്രവർത്തകരായിരുന്നുവെന്നാണ് കോൺഗ്രസ് പറയുന്നത്. ബെന്നി ഉളിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ്, ഉളിക്കൽ സഹകരണ ബാങ്ക് സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. സണ്ണി ജോസഫ് MLA ആയപ്പോൾ മുതൽ ഒപ്പം പ്രവർത്തിക്കുന്ന ആളാണ് ബെന്നി. പേരാവൂരിലെ കോൺഗ്രസ് പരിപാടികളുടെ മുഖ്യ സംഘാടകനുമാണ് ബെന്നി എന്നാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ വിശദീകരണം. മന്ത്രി സണ്ണി ജോസഫിന്റെ പേഴ്സണൽ സ്റ്റാഫ് നിയമനവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ ഉയർത്തുന്ന വിവാദത്തിൽ കഴമ്പില്ലെന്ന് DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു. താഴെ തലം മുതൽ പതിറ്റാണ്ടുകളോളം പ്രവർത്തിച്ച് ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകരുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ബെന്നി തോമസിനെ DCC നിർദ്ദേശപ്രകാരമാണ് മന്ത്രിയുടെ സ്റ്റാഫിലെടുത്തതെന്നും അദ്ദേഹം പ്രസ്താവനയിലൂടെ അറിയിച്ചു. യൂത്ത് കോൺഗ്രസ് ഉളിക്കൽ മണ്ഡലം പ്രസിഡന്റായും പിന്നീട് കോൺഗ്രസ് ഉളിക്കൽ മണ്ഡലം പ്രസിഡന്റായും സേവാദൾ ചെയർമാനായും പ്രവർത്തിച്ച് നിലവിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ പാർട്ടിയുടെ സംഘടനാ പ്രവർത്തനങ്ങളിൽ മുഴുവൻ സമയം സജീവമാണ് ബെന്നി തോമസ്. സംഘടനാ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ DCC നിർദ്ദേശപ്രകാരം കൃത്യമായ ഇടപെടലുകൾ നടത്തുന്ന ഭാരവാഹിയാണ്. കണ്ണൂരിലെ മലയോര കുടിയേറ്റ മേഖലയിൽ കോൺഗ്രസ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനായ അദ്ദേഹം ജനങ്ങളുമായി നിരന്തരം ഇടപഴകുകയും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ സജീവ സാന്നിധ്യമായി നിലകൊള്ളുകയും ചെയ്യുന്ന വ്യക്തിയാണ്. പാർട്ടിയുടെ വളർച്ചയ്ക്കും സംഘടനാ ശക്തിപ്പെടുത്തലിനും നൽകിയ സംഭാവനകൾ കണക്കിലെടുത്താണ് ഇത്തരമൊരു അംഗീകാരം നൽകിയത്. അല്ലാതെ മന്ത്രി സണ്ണി ജോസഫിന്റെ ബന്ധുവാണെന്ന കാരണത്താലല്ല ബെന്നി തോമസിനെ പേഴ്സണൽ സ്റ്റാഫിൽ ഉൾപ്പെടുത്തിയത്. ബെന്നി തോമസിന്റെ ദീർഘകാല രാഷ്ട്രീയ സംഘടനാ പ്രവർത്തന പരിചയം പരിഗണിച്ചാണ് ഇത്തരമൊരു നിർദ്ദേശം DCC നൽകിയതെന്നും ഇത് സംബന്ധിച്ചുയരുന്ന വിവാദങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ലെന്നും മാർട്ടിൻ ജോർജ് വ്യക്തമാക്കി. എന്നാൽ ബെന്നി ആള് ചില്ലറക്കാരനല്ലെന്നാണ് നോവലിസ്റ്റ് വിനോയ് തോമസ് പറഞ്ഞത്. സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച പുറ്റ് എന്ന നോവലിലെ നായക കഥാപാത്രമായ ജെർമിയാസ് പോളിന്റെ നല്ല വശങ്ങൾ ബെന്നി തോമസിൽ നിന്ന് പകർത്തിയതാണെന്ന് എഴുത്തുകാരൻ വിനോയ് തോമസ് പറഞ്ഞു. വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ് സഹോദരിയുടെ ഭർത്താവായ ബെന്നി തോമസിനെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചതിന് പിന്നാലെ വിവാദം ഉടലെടുത്തതോടെയാണ് വിനോയ് തോമസ് സമൂഹമാധ്യമത്തിൽ കുറിപ്പുമായി രംഗത്തെത്തിയത്. ബെന്നി തോമസുമായുള്ള വ്യക്തിപരമായ അടുപ്പവും വിനോയ് തോമസ് കുറിച്ചിട്ടുണ്ട്. വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ബെന്നി തോമസ് വാർത്താ ചർച്ചയിൽ നിറയുന്നത് കാണുമ്പോൾ എനിക്ക് ചിലത് പറയാനുണ്ട്. 40 വർഷം മുമ്പാണ് ഞാൻ ബെന്നിച്ചേട്ടനെ ആദ്യം കാണുന്നത്. ഞങ്ങളുടെ നാട്ടിലെ ആളുകൾ എന്താവശ്യമുണ്ടെങ്കിലും ഓടിച്ചെല്ലുന്നത് ബെന്നിച്ചേട്ടന്റെ വീട്ടിലേക്കായിരുന്നു. അന്ന് അദ്ദേഹത്തിന്റെ പിതാവ് തോമസ് മാസ്റ്റർ നാട്ടുമധ്യസ്ഥനായ ഒരു അധ്യാപകനാണ്. ബെന്നി തോമസ് എൻ്റെ മനസ്സിൽ കയറിക്കൂടാനിടയായ ഒരു സംഭവം പറയാം. പ്രീ ഡിഗ്രി തോറ്റു കഴിഞ്ഞ് ഞാൻ പോയത് മെക്കാനിക്ക് പണി പഠിക്കാനാണ്. കണ്ണൂരിലെ ഒരു പ്രൈവറ്റ് ITCയിൽ 1 വർഷം പഠിച്ച് അവരുടെ സ്ഥാപനം തരുന്ന ഒരു സർട്ടിഫിക്കറ്റുമായി ഞാൻ പുറത്തിറങ്ങി. ഇനി ഏതെങ്കിലും ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പിൽ പണിക്ക് കയറണം. എനിക്കൊരു വർക്ക്ഷോപ്പുകാരനെയും പരിചയമില്ല. പല അന്വേഷണങ്ങളും നടത്തി നിവൃത്തിയില്ലാതെ വന്നപ്പോഴാണ് ഞാൻ ശുപാർശയെ പറ്റി ആലോചിക്കുന്നത്. അപ്പോഴേക്കും ഒരു ചെറിയ രാഷ്ട്രീയ നേതാവായി ബെന്നിച്ചേട്ടൻ മാറിയിരുന്നു. ഞാൻ അങ്ങേരുടെ വീട്ടിൽ പോയി എൻ്റെ ആവശ്യം അറിയിച്ചു. ബെന്നിച്ചേട്ടൻ ഉടനെ തന്നെ എന്നെയും കൂട്ടി അദ്ദേഹത്തിന്റെ പരിചയത്തിലുള്ള ഒരു വർക്ക്ഷോപ്പ് മുതലാളിയുടെ വീട്ടിൽ പോയി. ആദ്യം അനുകൂലമായല്ല മുതലാളി പ്രതികരിച്ചത്. വർക്ക്ഷോപ്പിൽ ആവശ്യത്തിന് പണിക്കാരുണ്ട്, പണി പഠിക്കാനായി പുതിയ പിള്ളേരെ ആവശ്യമില്ല, ഇനി അവിടെ വന്ന് നിൽക്കുകയാണെങ്കിൽ നിന്നോട്ടെ, 10 പൈസ കൂലിയായി കൊടുക്കില്ല എന്നൊക്കെയായിരുന്നു അങ്ങേർക്ക് പറയാനുള്ളത്. അതോടെ ബെന്നിച്ചേട്ടനിലെ യഥാർത്ഥ നേതാവ് ഉണർന്നു. അദ്ദേഹം എൻ്റെ വീട്ടിലെ അവസ്ഥയും ജോലി ചെയ്യാനുള്ള എൻ്റെ മികവുമൊക്കെ വിസ്തരിച്ച് പറഞ്ഞ് ശുപാർശ ചെയ്യാൻ തുടങ്ങി. ഒടുവിൽ ആഴ്ചയിൽ 25 രൂപ കൂലി നിശ്ചയിച്ച് എന്നെ വർക്ക്ഷോപ്പിൽ പണിക്കെടുത്തു. ഇങ്ങനെയുള്ള നൂറുകണക്കിന് അനുഭവങ്ങൾ ബെന്നിച്ചേട്ടനെ കുറിച്ച് എൻ്റെ നാട്ടിലെ ആളുകൾക്ക് പറയാനുണ്ടാവും. എനിക്ക് സാഹിത്യ അക്കാദമി അവാർഡ് നേടിത്തന്ന നോവലാണ് പുറ്റ്. ബെന്നിച്ചേട്ടൻ്റെ കൂടെ നടന്ന് ഞാൻ കണ്ട ജീവിതങ്ങൾ പകർത്തുക മാത്രമാണ് ആ നോവൽ എഴുത്തിൽ ഞാൻ ചെയ്തത്.
അദ്ദേഹം ഇടപെടുന്ന ഓരോ വിഷയത്തിലും കാണിക്കുന്ന നീതിബോധവും പ്രശ്നങ്ങൾ കുരുക്കഴിച്ചെടുക്കുന്നതിലുള്ള അസാമാന്യമായ പാഠവും ഒക്കെ മനസ്സിലാക്കിയത് കൊണ്ട് ഞാൻ എഴുതിപ്പോയ നോവലാണ് പുറ്റ്. അതിലെ നായക കഥാപാത്രമായ ജെർമിയാസിന്റെ നല്ല വശം മുഴുവൻ ബെന്നിച്ചേട്ടൻ എന്ന മനുഷ്യൻ എനിക്ക് ജീവിച്ചു കാണിച്ചു തന്ന പാഠങ്ങളാണ്. നോവലിന്റെ അവസാനം ജെർമിയാസ് പോൾ എന്ന കഥാപാത്രത്തെ ദുരന്തത്തിലേക്ക് കൊണ്ടുപോയി വെച്ചതിന് ബെന്നിച്ചേട്ടനെ അറിയുന്ന വായനക്കാരെല്ലാം പുറ്റ് നോവൽ പെൻഗിൻ ബുക്സ് ഇംഗ്ലീഷിൽ അണ്ടിൽ എന്ന പേരിൽ പുറത്തിറങ്ങിയപ്പോൾ നടന്ന ചർച്ചയിൽ ബെന്നിച്ചേട്ടനും സംസാരിച്ചിരുന്നു. ഉളിക്കൽ പഞ്ചായത്തിന്റെ പ്രഥമ പ്രസിഡന്റായി അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ പഞ്ചായത്തിന്റെ കീ റിസോഴ്സ് പേഴ്സണായി ഞാനും കൂടെ ഉണ്ടായിരുന്നു. അക്കാലത്തെ അനുഭവങ്ങളും ഒരു വലിയ നോവലിനുള്ളതുണ്ട്. ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ഭരണസമിതിക്ക് ഒരു നാടിനെ അടിമുടി പുതുക്കി പണിയാൻ കഴിയുന്നത് ഇങ്ങനെ എന്നതായിരിക്കും ആ നോവലിന്റെ ഉള്ളടക്കം. പുറ്റ് നോവൽ 11ാം പതിപ്പിൽ എത്തി നിൽക്കുന്ന ഈ അവസരത്തിൽ ബെന്നിച്ചേട്ടന്റെ വാർത്തകളിൽ നിറയുകയാണ്. ഒരു സംസ്ഥാനം മുഴുവൻ നമുക്ക് പ്രിയപ്പെട്ട ഒരാളുടെ ഗുണദോഷ ചർച്ച ഇഴകീറി നടത്തുമ്പോൾ എനിക്ക് സന്തോഷം തോന്നുന്നു എന്നത് തന്നെയാണ് ആ വ്യക്തിത്വത്തിന്റെ ഗ്യാരണ്ടി. ബിനോയ് തോമസിന്റെ പ്രസ്താവനയെ PR ഏർപ്പാടായി തള്ളുകയാണ് പ്രതിപക്ഷം. ഏതായാലും KCയുടെ കളിയിൽ ഇനിയും കോൺഗ്രസിൽ പിണക്കങ്ങൾ വർദ്ധിക്കാനുള്ള സാഹചര്യമാണ് കണ്ടുവരുന്നത്. കാരണം സണ്ണി ജോസഫിനെ വെറുതെ വിടാൻ KC ഒരുക്കമല്ല. സണ്ണിയെ KPCC പ്രസിഡന്റ് ആക്കിയത് പോലും KC വേണുഗോപാലാണ്. എന്നിട്ട് മുഖ്യമന്ത്രിയായ ശേഷം ഇരിക്കൂറിൽ താൻ മത്സരിച്ചാൽ തോൽക്കുമെന്ന റിപ്പോർട്ട് നൽകിയ സണ്ണിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ പൊറുക്കാൻ KC ഒരുക്കമല്ല. ഇരിക്കൂറിൽ KC ജയിക്കുമെന്നായിരുന്നു റിപ്പോർട്ടെങ്കിൽ ഇന്ന് KC വേണുഗോപാൽ ആയേനെ കേരള മുഖ്യമന്ത്രി.